ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. സ്കൂളിലെ പിന്നിട്ട വഴികളിലെ നാട് വഴികൾ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സ്കൂൾ മാനേജർ ശ്രീ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ ക്ഷണിച്ചു. നമുക്ക് ഇന്നത്തെ സെഷനുകൾ ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഈ ഒരു പൊതുവേദിയാണ്. പൊതുവേദിയിൽ നമ്മൾ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ഇരിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബാച്ചിലെ ആളുകൾ, കൂട്ടുകാരോടൊപ്പം ചേരാൻ വേണ്ടി നിങ്ങളുടെ ബാച്ചിലെ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നു ഈ ഒരു ചടങ്ങിന് ശേഷം. തുടർന്ന് ഭക്ഷണ സെഷനാണ്. അതിനുശേഷം എന്താണ്, നമ്മുടെ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് അവതരിപ്പിക്കാവുന്ന കലാപരിപാടി. ഇങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചിട്ടുള്ളത്. ഏകദേശം 1:30 മണിക്കാണ് നമ്മൾ ഭക്ഷണം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു സെഷൻ കഴിയലും ആദരിക്കൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നമ്മോടൊപ്പം പഠിച്ചിട്ടുള്ള കുട്ടികളെ കണ്ടെത്തിയതിന് ശേഷം എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തിരികെ. ഓക്കെ, സ്കൂളിൽ പിന്നീട് വഴികൾ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സ്കൂൾ മാനേജർ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ ക്ഷണിച്ചു. ഏറ്റവും ബഹുമാന്യനും എൻ്റെ പ്രിയപ്പെട്ടവരുമായ പഞ്ചായത്ത് പ്രസിഡന്റ് ഓടിക്കൽ അബ്ദുൽ ഗഫൂർ, ഈ വാർഡിലെ മെമ്പർ പ്രിയ സുഹൃത്ത് മുഹമ്മദ് റഫീഖ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ വെള്ളരിശ്ശേരി അബ്ദുറഹ്മാൻ മാസ്റ്റർ, കോളിമാട് കുഞ്ഞോയി മാസ്റ്റർ, നായർക്കുഴി മുരളീധരൻ മാസ്റ്റർ, ചേനാമംഗല്ലൂർ സുധാകരൻ മാസ്റ്റർ, പാഴൂർ മുഹമ്മദ് മാസ്റ്റർ, കോളിമാട് ഇപ്പിച്ചുലി ടീച്ചർ, മാവൂർ വിജയൻ മാസ്റ്റർ, താത്തൂർ വട്ടക്കണ്ടി മുഹമ്മദ് മാസ്റ്റർ, സ്കൂളിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ, ഈ സദസ്സിനെ നിയന്ത്രിക്കുന്ന അധ്യക്ഷൻ ഹാഷിം മാസ്റ്റർ, മറ്റു പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയ ശിഷ്യരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും 1000 സ്വാഗതം സ്വാഗതം സ്വാഗതം. സാധാരണഗതിയിൽ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, അനർഘ നിമിഷങ്ങൾ, വളരെ അപൂർവമായി ജീവിതത്തിൽ വരുന്ന വളരെ വിരളമായ പ്രധാനപ്പെട്ട ചില അനർഘ നിമിഷങ്ങൾ, അതിൽപ്പെട്ട ഒരു അനർഘ നിമിഷത്തിലാണ് ഇപ്പോൾ നാം ചേർന്നിരിക്കുന്നത്. എന്തെല്ലാം സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കാറുണ്ട്. ഈ സ്ഥാപനത്തിൽ പഠിച്ചവർ, ഈ സ്ഥാപനത്തിൽ പഠിപ്പിച്ച പ്രിയപ്പെട്ട ബഹുമാന്യരായ ഗുരുവൈദ്യന്മാർ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മക്കൾ, അവരാണ് കൂടിയിരിക്കുന്ന ഞാനടക്കം നമ്മെല്ലാം, പുറമെ നമ്മുടെ നേതാക്കളായ 2 പേരുമാണ്. അപ്പോൾ ഈ സദസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. സംഘാടകർ ഒരു 300 ആളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ആൾ വരും എന്നെ പ്രതീക്ഷിക്കുകയാണ്. എനിക്കൊരുപാട് കാര്യം നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അതൊക്കെ ഒന്നും എടുത്തു വെച്ച് പറയുന്നില്ല. കൂടുതൽ പറയുക എന്നുള്ളത് കേൾക്കുന്നവർക്ക് വിഷമമായിരിക്കും എന്നതുകൊണ്ട് ചുരുക്കി കാര്യങ്ങൾ പറയാം. 1939 എൻ്റെ ബഹുമാന്യനായ പിതാവ്, എൻ്റെ പ്രിയപ്പെട്ട പിതാവും, ഞാൻ അങ്ങോട്ട് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവരെ പിന്നിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ബഹുമാനക്കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങനെ നിന്നത്. ഇങ്ങനെ നിൽക്കാം എന്ന് അറിയാനിട്ടല്ല. ഈ എൻ്റെ മുകളിലിരിക്കുന്നതൊക്കെ എൻ്റെ സഹപ്രവർത്തകരും നമുക്ക് ഏറെ ബഹുമാനിക്കുന്ന ആളുകൾ ആയതുകൊണ്ടാണ് ഞാൻ സൈഡിൽ പോയി നിന്നത്. പക്ഷെ ഫോട്ടോഗ്രാഫിക്ക് പ്രയാസത്തോട് വീണ്ടും ഇവിടേക്ക് വരിക. 1939 എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഉണ്ണിമോൻ മാസ്റ്റർക്കാണ് ഈ സ്ഥാപനത്തിൻ്റെ ആദ്യ മാനേജ്മെൻറ്റായി വന്നത്. അതൊരു വലിയ ചരിത്രമാണ്, അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഭാവി തലമുറയ്ക്ക് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി കുറഞ്ഞ കാര്യങ്ങൾ പറയാം. 1921 മലബാർ കലാപ സമയം, അതിനുശേഷം നടന്ന നമ്മുടെ മലബാറിൽ നടന്ന അരക്ഷിതാവസ്ഥ പഠിച്ചവർക്കറിയാം. മലബാറിലെ സാമൂഹ്യ അരക്ഷിതാവസ്ഥ. ആ സമയത്ത് വെള്ളക്കാരുടെ ഭരണമാറ്റം, വെള്ളക്കാർ വൈസ്രോയിമാരുടെ മാറ്റം വന്നപ്പോൾ മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും പാവപ്പെട്ടവർക്കും പ്രത്യേകം ഒരു പ്രാധാന്യം നൽകേണ്ടത്. അതിൻ്റെ ഭാഗമായി മലബാറിലെ പല പ്രദേശങ്ങളിലും സ്കൂളുകൾ അനുവദിക്കാൻ വെള്ളക്കാർ ഭരണകാലത്ത് തയ്യാറായി. അതാണ് ചരിത്രത്തിൻ്റെ തുടക്കം.
ആദ്യ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് പ്രദേശത്ത് ആദ്യമായി വെള്ളക്കാര് പൊതുമേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എലിമെന്ററി എഡ്യൂക്കേഷൻ സ്ഥാപനം അനുവദിച്ചു കൊടുത്തത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ചെറുവാടിയിലാണ് ആദ്യമായി വെള്ളക്കാരുടെ ഭരണകാലത്ത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ ആദ്യമായി ഒരു പൊതുവിദ്യാലയം എലിമെന്ററി എഡ്യൂക്കേഷൻ സ്ഥാപനം അനുവദിച്ചു കൊടുത്തത്. അത് 921 മലബാർ കലാപത്തിന്റെ ഭാഗമായി ഒരുപാട് കഥ അറിയാത്ത പ്രദേശമാണല്ലോ ചെറുവാടി, അറിയാം. ആ പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിനെ വൃണം ഉണക്കാൻ, ജനങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റാൻ വെള്ളക്കാരുടെ ഭരണകാലത്ത് അവർ ചെയ്ത ഒരു നല്ല കാര്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ചെറുവാടിയെ സ്കൂൾ അനുവദിച്ചതിന് ശേഷം പിന്നെ ന്യൂനപക്ഷങ്ങളും പാവപ്പെട്ടവരും താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ എലിമെന്ററി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ വെള്ളക്കാരുടെ ഭരണകാലത്ത് തയ്യാറായി എന്നാണ് രേഖപ്പെടുത്തി വെച്ച റെക്കോർഡിലുള്ളത്. ചെറുവാടി സ്കൂളിലേക്ക് വന്ന ഇൻസ്പെക്ടറോട് 1926-27 കാലത്ത് താത്തൂരിലെ കാരണവന്മാർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കും ഒരു സ്കൂൾ വേണം. താത്തൂർ എന്നുള്ളതും ചെറുവാടി പോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലം എല്ലാവർക്കും അറിയാം. വെള്ളക്കാരുടെ ഭരണകാലത്ത് 921 മലബാർ ലഹളയുടെ മുമ്പും ഒരുപാട് കാർഷിക സമരങ്ങളും യുദ്ധങ്ങളും നാട്ടിൽ നടന്നിട്ടുണ്ട്. ചരിത്രം പഠിച്ചവർക്കൊക്കെ അറിയാം. ടിപ്പു സുൽത്താന്റെ ഭരണകാലം തൊട്ട് കുഞ്ഞാലി മരക്കാരുടെ കാലം തൊട്ട് ഒക്കെ ഒരുപാട് സമരങ്ങളും യുദ്ധങ്ങളും നടന്നതിൻ്റെ ഭാഗമായി രക്തസാക്ഷികൾ അക്കാലത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. താത്തൂരിലുമുണ്ട് ചരിത്ര പ്രസിദ്ധരായ രക്തസാക്ഷികൾ. അപ്പം അതുകൊണ്ട് തന്നെ താത്തൂരിലും ഒരു എലിമെന്ററി വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കാൻ പെട്ടെന്ന് വെള്ളക്കാരുടെ ഭരണകർത്താക്കൾ സമ്മതം തന്നു. അതാണ് ഇതിൻ്റെ തുടക്കം. ആയിക്കോട്ടെ, താത്തൂരിലും ഒരു എലിമെന്ററി എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ ഞങ്ങൾ അനുവാദം തരാൻ ശ്രമിക്കാം എന്ന് 929 തന്നെ അന്നത്തെ എഡ്യൂക്കേഷൻ ഓഫീസർ അവർ പറഞ്ഞിരുന്നു. 929 ചെറുവാടിയിലേക്ക് വന്ന എഡ്യൂക്കേഷൻ ഓഫീസർക്ക് ഹർജി കൊടുത്തപ്പോൾ താത്തൂരിലും ഒന്ന് അനുവദിക്കാം എന്ന് 929 തന്നെ സമ്മതം തന്നതാണ്. ആ സമ്മതത്തിന്റെ ഭാഗമായി സ്കൂൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആരോ ആ കൂട്ടത്തിലുണ്ടെന്നറിയില്ല. 929 തന്നെ താത്തൂരിലും സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു. 1939 അംഗീകാരം ലഭിക്കുന്നത്, റെക്കഗ്നൈസേഷൻ ലഭിക്കുന്നത് 1939. 1939 ജൂൺ 1 മുതലുള്ള റെക്കോർഡുകളാണ് സ്കൂളിൽ നിലവിലുള്ളത്. ആ സമയത്ത് സ്കൂൾ മാനേജ്മെന്റ് ആരെ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ബഹുമാനായ പിതാവ് ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് സമ്മതപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ മാനേജ്മെന്റ് ഏറ്റെടുക്കുക എന്നുള്ളത് സാമ്പത്തിക ലക്ഷ്യമല്ല. അക്കാലത്ത് ഒരു ബെനിഫിറ്റ് ഉള്ളതല്ല. അത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, വെള്ളക്കാരുടെ ഭരണകാലമാണ്. ഒരു വിധത്തിലുള്ള സഹായം വിദ്യാഭ്യാസ രംഗത്ത് വെള്ളക്കാർ നമുക്ക് ചെയ്തിട്ടില്ല. ഓൺലി റെക്കഗ്നൈസേഷൻ, അംഗീകാരം മാത്രമാണ് തന്നത്. 1939 അംഗീകാരം തന്നു. അതിന്റെ ഭാഗമായി ആരെ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പിതാവ് ഉണ്ണിമോയി മാഷ് ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞു. ഉണ്ണിമോയി മാഷ് എന്ന് പറഞ്ഞാൽ അരയങ്കോട് ജീവിച്ചു വളർന്നതാണ്. എൻ്റെ പിതാവ് KM പറഞ്ഞാൽ കിളിയാറമുച്ചിക്കലാണ് എൻ്റെ വാപ്പയുടെ തറവാട്. അദ്ദേഹം ഈ പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ താത്തൂർ പള്ളിയിലെ പണ്ഡിതനായിരുന്നു. 40 വർഷത്തോളം ഇവിടുത്തെ കാസിയാണ്. അതുപോലെ ഈ പ്രദേശത്തുള്ള ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും എല്ലാ വിധത്തിലുമുള്ള ഒരു അത്താണിയായിരുന്നു. പഴയ ആളുകൾക്കൊക്കെ അറിയാം. ചികിത്സ കൊണ്ടും എല്ലാ രംഗത്തും എല്ലാ നിരക്കും ജനങ്ങൾക്ക് വലിയൊരു ആശ്രയമായിരുന്നു എൻ്റെ പിതാവ് ഉണ്ണിമോയി മുസ്ലിയാർ. അദ്ദേഹം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് വാങ്ങിയതാണ്. കുറേ കൊല്ലങ്ങളോളം സ്വന്തം നിലക്കാണ് നടത്തിയത്. ഞാൻ പറഞ്ഞു 39 കഴിഞ്ഞു, 47 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, 51 റിപ്പബ്ലിക്കായി, പിന്നെ കേരള സ്റ്റേറ്റ് നിലവിൽ വന്നു. അതുവരെ സ്വന്തം നിലക്ക് ആ സ്ഥാപനം നടത്തിയത്. അധ്യാപകർക്ക് ശമ്പളം കൊടുത്തതും വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചതിന് വാടക കൊടുത്തതും ഒക്കെ കൊല്ലങ്ങളോളം അദ്ദേഹം സ്വന്തം കയ്യിൽ എടുത്തില്ല. അങ്ങനെ കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഭാഗമായി സർക്കാർ ഏറ്റെടുക്കുന്നത്. പൊതുവിദ്യാലയം 2 വിഭാഗമായി തിരിയുന്നത്, സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡ് വിദ്യാലയം. അന്ന് മുതൽക്കാണ് സർക്കാരിന്റെ സഹായം എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനുശേഷം 1961 നമ്മൾ ഈ പഴയ കെട്ടിടം ഉണ്ടാക്കി. 61 മുതൽക്കാണ് സ്വന്തം കെട്ടിടത്തിൽ അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് മുന്നോട്ട് പോയത്. 1976 അദ്ദേഹം മരിച്ചു. ഇപ്പം 46 കൊല്ലമായി മരിച്ചു.
അതാണ് നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ ചരിത്രത്തിന്റെ ചുരുക്കം. കുറേ കൊല്ലങ്ങളോളം സ്വന്തം നിലക്ക് നടത്തി അവസാനം നമ്മുടെ സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും ചെയ്തതിന്റെ ഭാഗമായി വിവിധ ഗവൺമെന്റുകൾ മാറി മാറി വന്നപ്പോൾ എഡ്യൂക്കേഷൻ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചതിന്റെ ഭാഗമായി കൊണ്ടും നമ്മുടെ സ്ഥാപനം അങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പൊ 84 വർഷമായി നമ്മുടെ ചരിത്രം ചുരുക്കത്തിൽ 84 വർഷം. അങ്ങനെ അത് മുന്നോട്ട് പോയി. കുറെ പഴയ കാലത്ത് അധ്യാപകര് അവരൊക്കെ പോയി. എല്ലാവരും ലോകത്തിന് അദ്ദേഹം മാനേജർ മുതൽക്ക് പഴയകാല അധ്യാപകരൊക്കെ ലോകത്തിന്റെ വിട വാങ്ങിപ്പോയി. ഇന്ന് നമ്മുടെ മുമ്പിൽ ധന്യമായ ഒരു ചരിത്രമുണ്ട്. അതിനുശേഷം ഈ താക്കൂർ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു കൂളിമാട്, പാഴൂർ, അരയങ്കോട് തുടങ്ങിയ വിശാലമായ ഒരു ഏരിയയിൽ ആ പ്രദേശത്തൊക്കെ ഉള്ള മുഴുവൻ ആളുകളും പഠിച്ചത് ഇവിടെ. സ്കൂൾ പഠനം നടത്തിയത് ഇവിടെ ഈ സ്ഥാപനത്തിൽ. ആദ്യം വാടക കെട്ടിടത്തിലും പിന്നെ ഈ സ്വന്തം സ്ഥാപനത്തിലായി പഠിച്ചവരാണ് ഇവിടെയുള്ള മുഴുവൻ പഴയ ആളുകളൊക്കെ ചോദിച്ചറിയാൻ താല്പര്യം പഠിച്ചത്. അങ്ങനെ കാലങ്ങൾ കടന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ 1980 പിന്നെ എൻ്റെ ജ്യേഷ്ഠന്മാർ മുഹമ്മദ് ഹാജി, കരീം മാഷ്, മജീദ് ഹാജി, റസാഖ് മാഷ് ഒക്കെ പോയി. എല്ലാവരും മരിച്ചുപോയി. അവരൊക്കെ കുറെ കൊല്ലങ്ങളോളം കൈകാര്യം ചെയ്തു സ്ഥാപനം. അവസാനം ചെറിയ അഞ്ചനായ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ്, അവരിൽ നിന്ന് ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് 25 വർഷമായി എൻ്റെ മാനേജ്മെൻറ്റിൽ ആ സ്ഥാപനം നടക്കുന്നത്. ഞാൻ 1980 ജൂലൈ 7 നിങ്ങളുടെ ഒക്കെ ഒരു അധ്യാപകനായി ഇവിടെ കയറി വന്നത്. 80 ജൂലൈ 7. അതിന് മുമ്പ് 63 മുതൽ 68 വരെ ഇവിടെ പഠിച്ചാണ്. 80 അധ്യാപകനായി വന്നു. 2004 വരെ ഇവിടെ ഒരു അധ്യാപകനായി ജോലി ചെയ്തു. 2004 മുതൽ 2014 വരെ ഹെഡ്മാസ്റ്ററായി ജോലി ചെയ്തു. ഇപ്പൊ പിരിഞ്ഞിട്ട് 6 കൊല്ലം. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കാം മനസ്സിലാക്കാൻ വേണ്ടി. ആ കാലഘട്ടത്തിലൊക്കെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രദേശത്തിന് ഒരു മുഖച്ഛായ ഉണ്ടാക്കണം എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു കുറെ കാലം. കാരണം ഇവിടെ മറ്റൊന്നും കാണാനില്ല. താത്തൂർ പ്രദേശം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിപ്പോ നേരത്തെ പറഞ്ഞ കൂളിനാടും അരയങ്കോടും പാഴൂരും ഒക്കെ അത് വികസനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞതിന്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ താത്തൂരായിട്ട് ചുരുങ്ങി. താത്തൂര് ചുരുങ്ങിയപ്പോൾ പൊതുരംഗത്തുള്ളത് പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ളത് ഈ ഒരു സ്ഥാപനം മാത്രം. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ഒരു ആശുപത്രിയോ അതുപോലെ സർക്കാർ സഹായമുള്ളതോ ആയ മറ്റൊരു സ്ഥാപനം നമ്മുടെ ഈ പ്രദേശത്തില്ല. അപ്പോൾ നിലവിലുള്ള ഈ സ്ഥാപനം വീണു പോകാതെ നശിച്ചു പോകാതെ നിലനിർത്തണമെന്നുള്ള വലിയൊരാഗ്രഹം എത്രയോ കാലമായി മനസ്സിലുള്ള എൻ്റെ പ്രിയ സഹപ്രവർത്തകരോടൊക്കെ പലപ്പോഴും സ്റ്റാഫ് റൂമിൽ ഞാൻ പറയാറുണ്ടായിരുന്നു, ഒന്ന് മാറ്റേണ്ടി മാഷെ ഇവരോടൊക്കെ പറയാറുണ്ട്. പക്ഷെ മാറ്റത്തിന് കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഞാൻ പിന്നെ കഴിഞ്ഞ ശേഷം പിന്നെയാണ് അതിനുള്ള എല്ലാ വിധത്തിലുള്ള അവസരം ഒത്തുകിട്ടിയത്. ഇപ്പൊ ഏതായാലും 2018 സെപ്റ്റംബർ 23-ാം തീയതി ഞാൻ തന്നെ കുറ്റിയടിച്ച് അന്ന് തുടങ്ങിയതാണ്. കുറേ പണം പെട്ടി വെച്ചിട്ടോ ബാങ്കിൽ ലോൺ എടുത്തിട്ടോ അത് തുടങ്ങിയതല്ല, ധൈര്യത്തിൽ ഞാൻ തുടങ്ങിയതാണ്. എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി എൻ്റെ വാപ്പ ഏൽപ്പിച്ചു തന്ന, എൻ്റെ ബഹുമാനായ പിതാവ് ഏൽപ്പിച്ചു തന്ന ആ ദൗത്യം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്ഥാപനം വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് പണിതിരിക്കുന്നത്. ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞു, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്, നാട്ടുകാർക്ക് വേണ്ടിയാണ്. ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകണം. സ്വന്തം നിലയ്ക്കുള്ള ഒരു നിലയ്ക്കുള്ള ബെനിഫിറ്റും ആഗ്രഹിച്ചുകൊണ്ടല്ല ഇത്രയും രൂപ ചെലവഴിച്ച് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പ്ലാനിങ് ചെയ്തതും നിർമ്മിച്ചതും ഏകദേശം പൂർത്തിയായി ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുന്നു. ഈ കാര്യങ്ങൾ അവതരിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ കുറച്ച് കുട്ടികൾ പറഞ്ഞു, മാഷെ നമുക്കൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തണം, അതിൽ വെച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, കൂട്ടുകാരൊക്കെ ഒന്ന് കാണണം, എന്നിട്ട് നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കടക്കാമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. ഇത് വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചതാണ്, വളരെ ഫർണിഷായി, വളരെ അറേഞ്ച്മെന്റോട് കൂടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ സന്തോഷം തോന്നുന്നു. ആശുപത്രിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്നാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അവരെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യരായ ഗുരുനാഥന്മാരെ മുഴുവൻ ക്ഷണിച്ചു, മുഴുവൻ അധ്യാപകരെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ സദസ്സിലേക്ക്. മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും വോയിസുമായി പ്രത്യേകിച്ച് സുര ടീച്ചർ അടക്കമുള്ള നമ്മുടെ ഇന്നത്തെ ടീച്ചർമാരടക്കം എല്ലാവരും കഠിനമായി പരിശ്രമിച്ചതിന്റെ ഭാഗമായി ഈ സന്ദേശം, ഇത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നുണ്ട് എന്ന ഈ സന്ദേശം ഈ സ്കൂൾ
സ്കൂളിൽ പഠിച്ച മുഴുവൻ ആളുകളുടെ ശരീരം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ വലിയൊരു വിജയമാണ്. ഇത്രയുമാണ് സ്കൂൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എനിക്ക് മുന്നോട്ട് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പുറകെ പോവുക. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണുനീര് വരും മനുഷ്യൻ. എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണുനീര് വരുന്നത് ശരി. ഞാൻ പറഞ്ഞു 1980 ഒരു അധ്യാപകനായി ഇവിടെ കയറി വന്നപ്പോൾ എൻ്റെ തുടക്കം 4ാം ക്ലാസ്സിൽ ആദ്യം ക്ലാസ് പഠിപ്പിച്ചപ്പോൾ പഠിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് എനിക്ക് പരിചയപ്പെടും. കാരണം ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. നല്ലപോലെ സൃഷ്ടിക്കുന്ന ആളായി തുടക്കത്തിൽ പറയാം. നല്ലപോലെ കുട്ടികളെ സൃഷ്ടിക്കും. ഒന്നുകൊണ്ടല്ല, കുട്ടികൾ നന്നായി പഠിച്ചു വരണം. ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു ദൗത്യം മനസ്സിലുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് മക്കൾ നല്ല നിലയിലെത്തണം എന്നുള്ള വലിയ ആഗ്രഹത്തിന്റെ ഭാഗമായി എൻ്റെ അധ്യാപന ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ നല്ലതുപോലെ മക്കളെ ശിക്ഷിക്കുന്ന ആളായിരുന്നു. പക്ഷെ അവരോടൊക്കെ 4ാം ക്ലാസ്സിലെ റിട്ടയർമെന്റ് സമയത്ത് ഞാൻ പറയാറുണ്ട്, മക്കളെ ആരും ഈ മാഷോട് ഈ സാറോട് പിണക്കരുട്ടോ. ഞാൻ പറയുമ്പോൾ ഒന്നും അറിയില്ല. ഞാൻ എല്ലാ റിട്ടയർമെന്റ് സമയത്തും പറയാറുണ്ട്, ഞാൻ നിങ്ങളെ നല്ലപോലെ ശിക്ഷിച്ചിട്ടുണ്ട്, നല്ലപോലെ അടിച്ചിട്ടുണ്ട്. ശരിക്ക് പോലീസ് മുറ വരെ ഉപയോഗിച്ച് ശിക്ഷിച്ചവനാണ് കുറേ കാലഘട്ടം. ഞാൻ അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിച്ചത്. പലരും എന്നോട് പറയാറുണ്ടായിരുന്നു അത്രക്ക് വേണം. പക്ഷെ ഞാനത് ഉൾക്കൊള്ളാതെ കുറേ കാലം ആ രൂപത്തിൽ ഈ മുഖമൊക്കെ കാണുമ്പോൾ അത് ഓർമ്മ വരും. ഒരു സംഭവമാണ് എന്നെ മാറ്റിയെടുത്തത്. ആ സംഭവം പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. 2 മണി സമയത്ത് 2:30 ഉച്ചയ്ക്ക് ശേഷം ബെല്ലടിക്കുക. അന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ പറമ്പിൻ്റെ മുമ്പിൽ റോട്ടിൽ ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുപ്പായം ഇടാതെ ഒരു തുണി മാത്രം എടുത്ത ഒരു പാവം മനുഷ്യൻ കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നു. മാഷേ, എൻ്റെ മോനെങ്ങനെ അടിക്കരുത് കിട്ടോ. അയാൾ പറഞ്ഞു എന്നോട്, മാഷ് എൻ്റെ മോനെങ്ങനെ അടിക്കരുത് കിട്ടോ. മോൻ ഉറക്കത്തിൽ പോലും മാഷ് തല്ലുന്നു എന്ന് പറഞ്ഞ് കുട്ടി കരയുന്നു. സ്കൂളിൽ വരാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ ഈ രൂപത്തിൻ്റെ മോൻ അടിക്കരുത് കിട്ടോ എന്ന് പറഞ്ഞു എൻ്റെ മുമ്പ് നാട്ടിൽ കരഞ്ഞോട്ട് എൻ്റെ വീടിൻ്റെ വഴി മുമ്പിൽ വെച്ചു. ഞാൻ ആകെ വിറച്ചു പോയി. ഞാൻ വരി കൈ പിടിച്ചിട്ട് വരെ പോകുന്നു. സ്കൂളിൽ എത്തുവരെ പോകുന്നു. അയാൾ കുറേ പരിപാടികൾ വളരെ ബഹുമാനപൂർവ്വം എന്നോട് പറയുന്നുണ്ട്. കുട്ടിയുടെ അധ്യാപകനുള്ളവർക്ക് വളരെ ബഹുമാനപൂർവ്വം എന്നോട് പറയുന്നത്, കേരള അപേക്ഷിക്കുക എൻ്റെ മോൻ എങ്ങനെ ബുദ്ധി കൊണ്ട് ലേശം മോശമാശ എൻ്റെ മോൻ. പിന്നെ ചിലപ്പോൾ ഈ സദസ്സിൽ കാണുന്നില്ല. ഏതായാലും ആ പിതാവ് പറഞ്ഞ ബുദ്ധി കൊണ്ട് ലേശം മോശമാണ്, എന്നാലും ഈ രൂപത്തിൽ അടിച്ചിട്ടിൻ്റെ കുട്ടികളിൽ എൻ്റെ ചെറിയ മോനാണ്, എനിക്ക് വളരെയധികം സ്നേഹിക്കുന്ന മോനാണ്, നിങ്ങൾ പഠിപ്പിക്കണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വെറുപ്പൊന്നും വിചാരിക്കരുത്, ഒരു മാറ്റം വരുത്തിക്കൂടെ മാഷേ എന്ന ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ഒരു അമ്പയങ്ങ് ചെന്നു. ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് എടുക്കാൻ കഴിഞ്ഞിരിക്കും. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നിട്ട് സത്യസംഭവം ഞാൻ നിങ്ങളുടെ മുമ്പ് പറയും. ഞാൻ ആകെ മാറി. പിറ്റേ ദിവസം ക്ലാസ് വന്ന് കുട്ടികളോട് ഞാൻ പറഞ്ഞു, മക്കളെ ഞാനൊരു ക്രൂരനല്ലേ? കേട്ടവർ ചിലരുണ്ടാവും. ഞാനൊരു ക്രൂരനാണ് മക്കളെ. ഞാൻ നിങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ആളാണ്, ഏറെ പ്രിയം വെക്കുന്ന മക്കളെ. ഗുഡ് മോർണിംഗ് ടു യു എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലാസ്സിലേക്ക് വരില്ലേ. അപ്പോൾ കുട്ടികളെ ഗുഡ് മോർണിംഗ് സർ, ഹൗ ആർ യു എന്ന് തിരിച്ചു ചോദിക്കുന്ന ആ ഒരു വളരെ സ്നേഹത്തിൽ നിൽക്കുന്ന മക്കളോട് ഞാൻ ചോദിച്ചു, ഞാനൊരു ക്രൂരനാണ് മക്കളെ? എന്താ സാറേ അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ്. എന്നാൽ ഇനി നമുക്കൊരു മാറ്റം വരാൻ പോവാണ്. ഇനി എൻ്റെ മുമ്പിൽ വടി കാണുന്നുണ്ട്. ഒരു ശ്രീബുദ്ധൻ ഗൈയിൽ വെച്ച് മാറ്റം വന്നതുപോലെ ഈ എൻ്റെ മുമ്പിൽ വടി കാണുന്നുണ്ട്. വടി വേണം ക്ലാസ്സിൽ, അത് അത്യാവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുക. ചുമരിൽ വെച്ചോളോ. ഇനി ക്ലാസ്സിന് മുമ്പിൽ മേശപ്പുറത്ത് വടി കാണരുത്. വടി കൊണ്ട് ഞാൻ ക്ലാസ് എടുക്കൂല, നിങ്ങളെ നല്ലതുപോലെ പഠിപ്പിക്കും. ഇനി ഞാൻ ട്രെയിനിങ്ങിൽ പഠിച്ച ആ മുറ സ്വീകരിക്കാൻ പോവുകയാണ്. ട്രെയിനിങ് കാലത്ത് പഠിച്ചത് അടിച്ച് പഠിപ്പിക്കാനല്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയി കുറെ കാലം. ഇനി ഞാൻ ട്രെയിനിങ് കാലത്ത് പഠിച്ച ആ സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. ഇനി വടി മുമ്പിൽ വേണ്ട, വടി ചുമരിൽ വെച്ചാൽ മതി. ആവശ്യം വരുമ്പോൾ എടുക്കാം, അത്യാവശ്യം വരുമ്പോൾ വടി എടുക്കും. അതിന് മതി, വടി മുമ്പ് വേണ്ട എന്ന് പറഞ്ഞു. അന്ന് മുതൽക്ക് ഞാനൊരു മാറ്റം വന്ന ആളാണ്. അത് പലർക്കും അറിയോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ ഏറെ അടുത്ത ആളാണ് മക്കളുള്ളത്. മുറിയമാഷിക്കും കുഞ്ഞമാഷിക്കും സുധാകരൻ മാഷും ഒക്കെ. ബോമമാഷ് പിന്നെ ഞാൻ അൺട്രെയിൻഡായി വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകൻ, ബാക്കിയുള്ള ബി വി ടീച്ചറും എൻ്റെ തുടക്കത്തിലാണ്. ബാക്കിയുള്ള സഹപ്രവർത്തകർക്കൊക്കെ ഏറെക്കുറെ അതൊക്കെ അറിയാം. അങ്ങനെ വലിയ മാറ്റം വന്നതിൻ്റെ ഭാഗമായി മക്കളുമായിട്ട് വളരെ അടുത്തവനാണ്.
ഈ ഒരു കാര്യം ഇന്നത്തെ എൻ്റെ സഹപ്രവർത്തകരോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. നമ്മൾ മക്കളെ ഏറെ സ്നേഹിക്കണം, ഏറെ പ്രിയം വെക്കണം. തോളിൽ കൈ വെക്കേണ്ടോട്ട് തോളിൽ കൈ വെക്കണം. മോനെ മോളെ വിളിക്കണം. എന്താ വീട്ടിലെ വർത്താനം ചോദിക്കണം. എന്താ അച്ഛൻ്റെ വർത്താനം, എന്താ ബാപ്പയുടെ വർത്താനം, എന്താ ഉമ്മയുടെ വർത്താനം. അങ്ങനെ ഒരു സുഹൃത്തിനെ പോലെ മക്കളോട് പെരുമാറിയ ഒരു രംഗത്തേക്ക് ഞാൻ മാറി വന്നത് എൻ്റെ ജീവിതത്തിലെ ആ ഒരു അനുഭവമാണ്. പിന്നെ ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്, ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ഒക്കെ ഒന്നും ഇവിടെ പറയുന്നില്ല. ഞാൻ പലപ്പോഴും ഒക്കെ എഴുതാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് മധുരിക്കുന്ന അനുഭവങ്ങളുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞപ്പോൾ വിഷമിക്കുന്നില്ല. ഏതായാലും അതിനുശേഷം ഞാൻ ഒന്ന് മാറി എൻ്റെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ ഓരോ കുട്ടിയെയും അടുത്ത് വിളിച്ചു വരുത്തി ആ രൂപത്തിലുള്ള പഠന രീതിയാണ് അവസാനം വരെ തുടർന്നത്. അപ്പോഴൊക്കെ 4ാം ക്ലാസ്സിൽ നിന്ന് റിട്ടയർമെൻറ്റ്, 4ാം ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സെൻഡ് ഓഫ് സമയത്തും ഞാൻ പറഞ്ഞു, ആ മക്കളോടൊക്കെ ഞാൻ ഒരുപാട് നല്ല എല്ലാ സാറന്മാരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനും നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് അവരൊക്കെ പറഞ്ഞേക്കാറുള്ളത്. പലപ്പോഴും പല സ്ഥലത്തേക്ക് വെച്ച് കാണുമ്പോൾ പക്ഷേ സന്തോഷപ്പെട്ടോ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വലിയ സ്നേഹം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഗുരുനാഥന്മാർ എന്ന് പറയുന്നത് അധ്യാപകരെന്ന് വിളിക്കരുത്. ശരി, അതൊരു ബഹുമാനപരമായിട്ട് എൻ്റെ അഭിപ്രായം. ഗുരുവര്യന്മാർ, ഞാനും എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരൊക്കെ മരിച്ചു പോയി. ഞാൻ പറഞ്ഞു പഠിപ്പിച്ച ആളുകളെ ഗുരുവര്യന്മാർ നമ്മൾ വിളിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ, 4ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു കഥ, ദ്രോണാചാര്യൻ്റെ കഥ. ഏകലവ്യനോട് പെരുവിരൽ മുറിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. 4ാം ക്ലാസ്സിൻ്റെ കഥ പറയാനുണ്ട്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് പെരുവിരൽ മുറിച്ചു കൊടുത്ത കഥ എല്ലാവർക്കും അറിയുന്ന സംഭവം. ഗുരുനാഥന്മാരെ ഏറെ ബഹുമാനിക്കണം. അതെന്താ കാരണം? അവർ വലിയ പവറുള്ളവരായിട്ടല്ല, ഒരു പവറുമില്ല, പാവങ്ങളാണ് നമ്മളൊക്കെ. പക്ഷേ എന്താ നമുക്ക് തരുന്നത്? അവർ തരുന്നത് നോളജ്, അറിവ്, വിജ്ഞാനം. അത് പകർന്നു കഴിയുന്നവരെ ഏറെ ബഹുമാനിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. അത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വാർത്തകളൊക്കെ എപ്പോഴും ഞാൻ കാണാറുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ ചാരിതാർത്ഥ്യം, വലിയ സന്തോഷം. മക്കളുടെ ഭാഗത്ത് നിന്ന് ആ ബഹുമാനം കാണും. അങ്ങനെ ബഹുമാനിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയ വെളിച്ചമായിരിക്കുമെന്ന് എല്ലാ യാത്രയപ്പ് വേളയിലും ഞാൻ പറയാറുണ്ടായിരുന്നു നിങ്ങളോട്. അതുപോലെ എല്ലാ യാത്രയപ്പ് വേളയിലും ഞാൻ ഉപയോഗിക്കുന്ന ഒരു 4 വരി കവിത ഉണ്ടായിരുന്നു. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെ, കണ്ണിലെപ്പോഴും കത്തിച്ചൊരിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ്. ഓർക്കുന്നുണ്ടാവും. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശം മക്കളെ, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെ, കണ്ണിലെപ്പോഴും കത്തിച്ചൊരിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ്. അർത്ഥം വിശദീകരിക്കേണ്ടതില്ലല്ലോ, ചിന്തിച്ചു നോക്കിയാൽ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വളരെ അത്യാവശ്യം. എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയായ ശ്രദ്ധയും ശരിയായ നീക്കങ്ങളും എല്ലാ സമയത്തും ഉണ്ടാകണം എന്നുള്ള ആ ഒരു ഉപദേശം അന്ന് പറയുന്നത് പോലെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഞാൻ ഈ വേറെ പറഞ്ഞ് ആരും വിഷമിപ്പിക്കുന്നില്ല. എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർക്കണം. ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർക്കണം. നമ്മുടെ നാടിന് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ സൗകര്യപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പൊതുവിദ്യാലയ രംഗം, ഈ പൊതുവിദ്യാലയ വേദി ഇനിയും അഭിവൃദ്ധിപ്പെടാൻ മക്കളെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചേർത്ത് പഠിപ്പിക്കുക. അതെ, അങ്ങനെ പറയൂ. അങ്ങനെ പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മക്കളെ ഈ പൊതുവിദ്യാലയത്തിൽ തന്നെ ചേർത്ത് പഠിപ്പിച്ച് നല്ലവരാക്കണം എന്ന് ആ ഒരു സന്ദേശം കൂടി എൻ്റെ വാപ്പ തന്നിരിക്കുന്ന ആ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന് മുമ്പിൽ വാപ്പയുടെ സ്മാരകമായി 46 വർഷം മുമ്പ് മരിച്ചുപോയ ആ പ്രിയപ്പെട്ട എൻ്റെ പിതാവിൻ്റെ സ്മാരകമായിട്ടാണ് ഈ സ്ഥാപനം പണികഴിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കാണാം. KM ഉണ്ണിമോൻ മുസ്ലിയാർ മെമ്മോറിയൽ ബിൽഡിംഗ് എന്ന പേര് കൊടുത്തിട്ടാണ് ഈ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അടുത്ത് തന്നെ നമ്മുടെ ബഹുമാനിയായ നേതാക്കളും നമ്മുടെ ജനപ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുണ്ടാവും. അത് ഏറെ വൈകാനുണ്ടാവും. ആ ചടങ്ങിലൊക്കെ നിങ്ങൾ പങ്കെടുത്തും അതിനുശേഷവും എല്ലാവിധത്തിലുള്ള പിന്തുണയും ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ എത്തിയിട്ടില്ല. അവരുടെ നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും എപ്പോഴും ചേർന്ന് നിൽക്കുന്ന പ്രിയങ്കരനായ മകനെ ബിജു ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ആ മൊമെന്റോ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ പഴയ സ്കൂളുള്ളത് 11ാം വാർഡിലും ഇപ്പോൾ സ്കൂള് 10ാം വാർഡിലും ആണ് എന്നുള്ളതാണ് കേട്ടോ.
എല്ലാവരും പക്ഷേ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ആഷിഖ് മാഷ്, ബഹുമാനായ ചാത്തമാല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഫുർക്ക, പ്രിയപ്പെട്ട മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഇവിടുത്തെ പൂർവ്വ അധ്യാപിക കൂടിയായ ടീച്ചർ, അതുപോലെ ഈ സ്കൂളിൻ്റെ മാനേജർ മാഷ്, സദസ്സിൽ വേദിയിലിരിക്കുന്ന ഒരു അധ്യാപകന്മാരെ വ്യക്തികളെ, ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഈ സമയം ദൈനിപ്പിച്ചു. എൻ്റെ മുന്നിലിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങൾ സ്വന്തം ബാച്ചിൽ പഠിച്ച അല്ലെങ്കിൽ കൂടെ പഠിച്ച ആൾക്കാരെ കണ്ട്, അതുപോലെ അവരുടെ അധ്യാപകരെ കണ്ട് സമീപിക്കുക എന്നുള്ളതാണ്. ആ ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്കറിയാം. നമുക്കറിയാം, നമ്മുടെ പഴയ കാലത്തേക്ക്, നമ്മുടെ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിച്ച് പോവുകയാണെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ നിന്നും ഒരു വൈകാരികമായ ഒരു വികാരം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും. അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതായിരിക്കും. കാരണം നമ്മളെ തൊട്ടടുത്തിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് മുന്നിലിരിക്കുന്നവരൊക്കെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിൽ പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ പഠിപ്പിച്ച അധ്യാപകന്മാരായിരിക്കാം. അപ്പോൾ ഇവിടെ തീരുമാനിച്ചു തന്നെ വിഷയങ്ങൾ അവതരിപ്പിച്ച സമയത്ത് വളരെ വൈകാരികമായിട്ടാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളുമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പം അങ്ങനത്തെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ തെരഞ്ഞെടുത്ത് കണ്ടെത്താനുള്ളതൊക്കെ കൊണ്ട് ഈ ചടങ്ങിന് ഒരു ആശംസ അർപ്പിക്കുക എന്നുള്ള മാത്രം നിർവഹിച്ചുകൊണ്ട് നമ്മളിവിടെ നടക്കാൻ പോകുന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇത്രയും നല്ല മനോഹരമായ ഒരു ബിൽഡിംഗ് നമുക്ക് ഉണ്ടാക്കി സമ്പാദിക്കുക. അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ മാനേജർ ഇവിടെ സംസാരിക്കുകയുണ്ടായി. വലിയൊരു കാഴ്ചപ്പാടും അതുപോലെ തന്നെ വലിയൊരു ചിന്തയുമായിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. അതിനനുസരിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോത്സാഹനവും അംഗീകാരവും, അല്ലെങ്കിൽ അത് നമ്മൾ ഏറ്റെടുത്ത്, അതായത് ഈ ബിൽഡിംഗ് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അത് അവർ സമർപ്പിക്കുകയാണ്. ആ നിലയിൽ നമ്മളതിനു വേണ്ടി തയ്യാറാവണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചതിന് ഇവിടെ പ്രത്യേകമായി ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ എത്തിച്ചുകൊണ്ട് നമ്മളെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ചെയ്യുന്നു. ചടങ്ങിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ അയ്യൂബ് മാസ്റ്റർ. ബഹുമാന്യനായ സാധവനം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കോഴിക്കൽ ജഫർക്ക, ഈ പരിപാടിയുടെ അധ്യക്ഷൻ എൻ്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള ആഷിഖ്, ഈ സ്കൂളിലെ മാനേജർ പ്രദീപ് മാസ്റ്റർ, ഇവിടെ ആദരിക്കപ്പെടുന്ന ഈ സ്കൂളിലെ പൂർവ്വ അധ്യാപകരായിട്ടുള്ള എൻ്റെ കൂടെ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുള്ള അബ്ദുറഹ്മാൻ മാസ്റ്റർ വെള്ളശ്ശേരി, കുഞ്ഞോയി മാസ്റ്റർ, വട്ടക്കണ്ടി മുഹമ്മദ് മാസ്റ്റർ, ഞാനിവിടെ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ മുരളി മാസ്റ്റർ ഒഴിവിലേക്കാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അതുപോലെ എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള പി അഹമ്മദ് കുട്ടി മാസ്റ്റർ, അതുപോലെ ഏറെക്കാലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായിട്ടുള്ള ടീച്ചർ, അതുപോലെ ഞാൻ ആദ്യമായി കാണുന്ന ഈ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുള്ള വിജയ മാസ്റ്റർ, അതുപോലെ എന്നോടൊപ്പം എപ്പോഴും ഉള്ള ഞാനിവിടെ ഹെഡ് മാസ്റ്ററായ അന്ന് മുതൽ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഉള്ള ഷാഹുൽ അമീർ PTA പ്രസിഡന്റ്, മറ്റ് ഈ സദസ്സിൽ വന്നിട്ടുള്ള ഈ സ്കൂളുമായിട്ടുള്ള അഭിലാകാംക്ഷികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA മെമ്പർമാർ, MPTA മെമ്പർമാർ, വളരെയേറെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്.
മുരളി മാഷെ ഓഫീസിൽ കയറി വന്ന് പറഞ്ഞു എന്നോട്, നീ ഭയങ്കര ഭാഗ്യവാനാണ്, ഇത്രയും നല്ലൊരു ബിൽഡിങ്ങിൽ ഹെഡ്മാഷായിട്ട് നിൽക്കാൻ കഴിഞ്ഞല്ലോ. വളരെ ശരിയാണ്. അതിലുപരിയായിട്ട് എനിക്ക് തോന്നിയത് ഇത്തരമൊരു സദസ്സ് ഈ സ്കൂളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. ഈ ഒരു സദസ്സിനാണ് ഞാൻ ഏറെ ബഹുമാനം. കാരണം 2014 ബഹുമാനായ ഈ സ്കൂളിലെ മാനേജർ കൂടിയായിട്ടുള്ള ലത്തീഫ് മാഷ് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആ സമയത്ത് ഞാൻ ചെറുവാടി സ്കൂളിൽ ആണുള്ളത്. ഇവിടുത്തെ പ്രൊട്ടക്ഷനായിട്ട് ചെറുവാടി സ്കൂൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. എൻ്റെ സീനിയേഴ്സായ 3-4 പേര് ഇവിടെ ഉണ്ട്. ഏറ്റവും ജൂനിയറായ ഞാൻ ഈ സ്കൂളിൽ വന്ന് ഹെഡ്മാഷായി ചാർജ് എടുക്കുകയുണ്ടായത്. എല്ലാവരുടെയും സപ്പോർട്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ ഈ സ്കൂളിലെ ആളുകളെ ഒന്ന് സ്കൂളുമായിട്ട് അടുപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പല വിധേയം ആലോചിക്കുകയും പല പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘമോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ അടുപ്പിക്കാൻ മറ്റെന്തെങ്കിലും പ്രവർത്തനമോ ഈ സ്കൂളിൽ സാധിച്ചിരുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഈ സ്കൂളുമായിട്ട് ആളുകൾക്ക് ഒരു അടുക്കാനുള്ളൊരു പ്രയാസമുള്ള പോലെ എനിക്ക് പലപ്പോഴും അനുഭവം. എങ്ങനെയായിരുന്നാലും ഈ ഒരു സമയത്ത് ഞാൻ വളരെ സന്തോഷമാണ് എനിക്കുള്ളത്. കാരണം ഈ ഒരു കെട്ടിടം നമ്മുടെ മാനേജർ നമുക്ക് സ്കൂളിലും അതുപോലെ നാടിനും സമർപ്പിച്ച ഈ ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ നാട്ടുകാരെ ഈ സ്കൂളുമായിട്ട് അടുപ്പിക്കാൻ സാധിച്ചു. ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സദസ്സ് ഞാൻ ഹെഡ്മാഷായിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് സാധിച്ചതിൽ വളരെയേറെ എനിക്ക് സന്തോഷമുണ്ട്. ഈ ഒരു നിമിഷത്തിലാണ് ഞാനുള്ളത്. മാത്രമല്ല പിന്നീട് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. ഞങ്ങൾ ആ അധ്യാപകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പഴയ ബിൽഡിങ്ങിൽ ലത്തിമാഷ് റിട്ടയറായി 2014 സമയത്ത് ഒരു കൊച്ചു യാത്രയപ്പ് കൊടുക്കാൻ സാധിച്ചു. ഞാൻ ആ സമയത്ത് സ്കൂളില്ല. എന്നാൽ ആ കൊച്ചു യാത്രയപ്പിൽ ഞങ്ങൾ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് നമ്മുടെ സ്കൂളിൽ നല്ലൊരു കെട്ടിടം ഉണ്ടാക്കുന്ന വർഷം. അതാണ് പലരും, ഞാനടക്കമുള്ള പലരും ആവശ്യപ്പെട്ടത്. കാരണം ഇവിടെ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഒരു കാലത്ത് എയ്ഡഡ് സ്കൂളായിരുന്നു, നല്ല കെട്ടിടം ഉണ്ടായിരുന്നു. പിന്നീട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ സർക്കാർ കൊണ്ടുവന്നപ്പോൾ നാട്ടിലുള്ള ഗവൺമെന്റ് സ്കൂളുകളൊക്കെ നന്നായി.